ഞങ്ങൾക്ക് മീത ഒരുവൻ ഇറങ്ങി നിൽക്കുന്നു. ഓ, ഞങ്ങൾ ബോധിക അടിക്കുന്നു, ഉത്തരങ്ങൾ കുലുങ്ങി താഴെ വീഴുന്നു, അധാര മണ്ഡലങ്ങൾ താഴെ വീഴുന്നു, നീയായി ശക്തികൾ താഴെ വീഴുന്നു, ദേശത്തിന്റെ പോർവിളികൾ താഴെ വീഴുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെ ഭ്രമിപ്പിക്കാൻ നിൽക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി ഭ്രമിക്കുന്നു. എസ്രയുടെ പുസ്തകം 3:12-13. എസ്ര 3:12-13. എസ്ര ചാപ്റ്റർ 3 verses 12 and 13. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും വിദ്രോഹ തലവന്മാരിലും മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം വിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ഇന്ന് രാത്രി സന്തോഷത്തോടെ കരച്ചിൽ, ഒരു സന്തോഷത്തിന്റെ കരച്ചിൽ അവിടെ. കാരണം ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ, ഈ വിടുതൽ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ, ഈ ദൈവപ്രവൃത്തി നിനക്കിനി കാണാൻ പറ്റില്ല, നിനക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ ആർത്ത് സന്തോഷിക്കത്തക്ക രീതിയിൽ പുഷ്പസജി, ഓ പിങ്കിവന, ഓ ഷോറബക്കോറിയ സന്നിധ്യ ശക്തമായ ചില വിടുതലുകൾ. ഓ സന്ധ്യരാജു ഇന്ന് രാത്രി പറ, സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതിക്കത്തക്ക രീതിയിൽ ചിലര് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ, ചില ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഓ കയ്യില തൂക്കുകെട്ട കാണുകയാ. ചിലത് പൂർത്തീകരിക്കുന്ന ദിവസമാണെന്ന് ദൈവത്തോട് രാത്രി ആരാധിക്കാൻ നിയോഗമുള്ളവർ അടങ്ങിയിരിക്കാതെ ദൈവത്തോട് ഞങ്ങളത് കാണാൻ പോവുകയാണ്. ഓ ഞങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളതിൽ ആത്മാവിൽ ദൈവത്തിന് സ്തുതി കരറ്റാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇനിയും വരുന്ന മഹത്വം സണ്ണിച്ച ഇപ്പൊ കണ്ടതുപോലെ അല്ലെന്ന് ദൈവാത്മാവ് തൂതറിയിക്കുന്നു. ചോദിച്ചു യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമോ ബ്രോ ജോജു? വിശ്വസിച്ചുകൊണ്ട് പറ പുഷ്പസജി. യെസ്, ഞങ്ങൾ ആർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങൾ ജനത്തിന്റെ മേൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തമ്പി രാത്രി പറ, കർത്താവ് ഞങ്ങളുടെ മഹത്വം ഞങ്ങൾ ചിന്തിക്കുന്നതിനാ അതീതമാണ്. ധൈര്യത്തോടെ വേല ചെയ്യുക. കാരണം നിന്റെ കൂടെ ഇരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഏത് പർവ്വതങ്ങൾ നിനക്കെതിരെ നിന്നാലും ഇന്ന് രാത്രി അതിനെ ബുൾഡോസർ തകർക്കുന്നത് പോലെ തകർക്കുന്ന ഒരു അനോയിന്റിംഗ് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ. ശക്തിയാലല്ല, ആത്മാവിനാൽ തന്നെ. ഇന്ന് രാത്രി സന്ധ്യരാജു ചിലത് ഇടിഞ്ഞു താഴുകയാണ്, ചിലത് മാറി പോകുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഓ ലാലിമാമ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുക.
നാളുകളായി തടസ്സമായി നിൽക്കുന്ന ചില ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങിയ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു ജോസഫ്? രാത്രി പറയുന്നു, നീ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. 62 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ പോലെ നീ വായിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ, ഉറപ്പോടെ നിൽക്കട്ടെ, ധൈര്യത്തോടെ മൂവ് ചെയ്യട്ടെ. പലപ്പോഴും മൈൻഡിനെ ആദരിക്കുന്ന ചില ശക്തിയുടെ മേൽ ഞാൻ 132 സങ്കീർത്തനം 3-4 ഞാൻ നിനക്ക് ബലം കൽപ്പിക്കുന്ന ദൈവമെന്ന് സൂസനോട് ദൈവാത്മാവ് ശക്തമായി വചനത്തിലൂടെ ദൂത് പറയുന്നു. രാത്രി ധൈര്യത്തോടെ നീ മുൻപോട്ട് പോകണം കേട്ടോ. നിന്റെ വീട്ടിനകത്തൊരു വിടുതൽ വരുമ്പോൾ ചില ശക്തികൾക്ക് ശക്തമായ കോപമുണ്ടാകും, രോക്ഷമുണ്ടാകും. കാരണം അവര് ചിന്തിച്ചത് നടക്കത്തില്ല. എന്നോട് ദൈവാത്മാവ് അങ്ങനെയാ വെളിപ്പാട് പറയുന്നത്. നെഹെമ്യാ പ്രവചനമാണ് 4:7 നീ ശക്തമായി വായിച്ചു പ്രാർത്ഥിക്കണം. കാരണം അവിടെ പറയുന്നു ചില ശക്തികൾക്ക് ശക്തമായ ചില രോഷമുണ്ടാക്കുകയാണ്. കാരണം ഈ വിടുതൽ അവർ പ്രതീക്ഷിക്കത്തല്ല, ഈ സൗഖ്യം അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ചെയ്താൽ വിടുതലാണ്, ഞാൻ സൗഖ്യമാക്കിയാൽ സൗഖ്യമാണ്. രാത്രി പുഷ്പാസജി ശക്തമായി പ്രാർത്ഥിച്ചോ. ദൈവത്താൽ വരുന്ന ചില വിടുതലുകൾ, നിന്റെ കൂടാരത്തിനകത്ത് മുടങ്ങിക്കിടന്ന ചില വിടുതലുകൾ ദൈവാത്മാവ് പറയുന്നു. 116 സങ്കീർത്തനം 16 വാക്യം നീ ശക്തമായി വായിച്ചു പ്രാർത്ഥിക്കണം. നിന്നോട് ദൈവത്തിന് വീണ്ടും പറയാനുള്ള പുഷ്പാസജി മത്തായി 16:18 ശക്തമായി വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അനൂപിച്ചു നിന്റെ കാര്യങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ്. 80 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ മോളെ നീ വായിച്ചാത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ചിന്തയ്ക്കതീതമായി പ്രവർത്തിക്കുന്ന ചില ദൈവപ്രവർത്തികൾ യോബ് 10:21 മോളെ നീ വായിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ റൂഗൽ ഖനാദഗസി അർത്തുന ദിഗം സഖോരിയാന്തേ. ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? സണ്ണിച്ച ഒരത്ഭുതത്തിന്റെ പ്രവൃത്തി ഇതാ വെളിപ്പെട്ടു വരികയാണ് യേശുവിന്റെ നാമത്തിൽ. സന്തോഷിക്കത്തക്ക രീതിയിൽ മുഴുവൻ ദൈവത്തിന് കൊടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുന്ന പകൽക്കാലം എത്രയെന്ന ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. നാളുകളായി അലട്ടി ആത്മാവിൽ കുതിക്കുവാൻ കഴിയാതെ പിടിച്ചു നിർത്തുന്ന ചില മണ്ഡലങ്ങളെ ചവിട്ടി ബന്ധിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നിനക്ക് കൃപ നൽകാൻ പോകുകയാണ്. സ്വകാര്യമായി നിന്റെ ജീവിതത്തിനകത്ത് വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടിയിൽ ഉണ്ടാകുന്ന ദൈവദാസ ദൈവാത്മാവ് വ്യക്തമായി ദൂതറിയിക്കുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ ദൈവമെന്ന് അവിടുത്തെ ആത്മാവ് അറിയിക്കുന്നു. ഇനി ഞാൻ അടുത്ത വെളിപ്പാടിലേക്ക് പോകുകയാണ്. ഒന്ന്, സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഒരു തൂക്കുകെട്ട. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ എന്തൊക്കെയാണ് ഇവിടെ പറയേണ്ടത്? എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കേൾപ്പിച്ചു തരുന്നത് അത് മാത്രം പറയാ മതി കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വിടുതലാണ്, നിങ്ങളുടെ കുടുംബത്തിൽ വിടുതലാണ്, ദൈവസഭയ്ക്കത് വിടുതലാണ്. ഓ ജെസ്സി വർഗീസ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോ. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചാൽ
ഇന്ന് രാത്രി ലിജോ സിസ്റ്ററെ അസാധാരണമായ ദൈവപ്രവൃത്തി വ്യാപരിക്കും. സന്ധ്യരാജു ഇതുവരെ കാണാത്ത ചില അത്ഭുത പ്രവൃത്തികൾ നിന്റെ കൂടാരത്തിനകത്തേക്ക് വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് അവിടുത്തെ ആത്മാവ് നിന്നോട് ദൂതറിയിക്കുന്നു. ഈ രാത്രി സന്ധ്യ രാജു ദൈവത്തിന്റെ ആത്മാവിന് നിന്നോട് പറയാനുള്ളത് 125 സങ്കീർത്തനം 4-5 വാക്യങ്ങൾ വായിച്ച് നീ വീണ്ടും പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നാളുകൾ നിന്നെ അലട്ടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് പറയുന്നു, ഒരു തൂക്കുകട്ട പിടിക്കത്തക്ക രീതിയിൽ, ചിലതിനെ ലെവലാക്കത്തക്ക രീതിയിൽ, ചിലതിനെ ചേർത്ത് നിർത്തത്തക്ക രീതിയിൽ, ചിലതിനെ ഒരുമിച്ച് നിർത്തത്തക്ക രീതിയിൽ നിന്റെ മേലുള്ള ദൈവ നിയോഗം പരിശുദ്ധാത്മാവ് നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാനൊരു സെരുബ്ബാബേലിനെയും ഞാനൊരു നെഹമ്യാവിനെയും ഞാനൊരു എസ്രായെയും മാറ്റി നിർത്തിയതുപോലെ, എന്റെ നാഥൻ യോശുവയെ വേർതിരിച്ചു നിർത്തിയതുപോലെ നിന്നെ ഞാൻ വേർതിരിച്ചു നിർത്തിയത്, വ്യത്യസ്തമായി നിർത്തിയത്, അതിന്റെ നടുവിൽ നിന്നെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കേണ്ട ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. കർത്താവേ എന്നെ മറന്നുപോയോ? കർത്താവേ എന്നെ കാണുന്നില്ലയോ? ഞാൻ ശൂന്യ സ്ഥലത്ത് മൂങ്ങ പോലെയാണോ? തനിച്ചിരിക്കുന്ന കുരി അല്ല മകളെ, ഞാൻ നിന്നെ കണ്ടതാണ്, ഞാൻ നിന്നെ അറിഞ്ഞതാണ്, എനിക്ക് നിന്നെ പ്രിയമുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂതറിയിക്കുന്നു. നീ പലപ്പോഴും ചോദിച്ചില്ലേ, കർത്താവ് എല്ലാവരും എന്നെ മറന്നു, പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ മറന്നില്ല, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ലെന്ന് എന്റെ ദാസിയെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ദൂതറിയിക്കുന്നു. നിന്റെ പേരിനെ ഞാൻ ചേഞ്ച് ചെയ്യും. മകളെ ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ യെശയ്യാ 62 2, 3, 4 വാക്യങ്ങൾ നീ വായിച്ചു പ്രാർത്ഥിക്കണം കേട്ടോ. യെശയ്യാ 62 2, 3, 4 വാക്യങ്ങൾ നിന്നോടുള്ള വ്യക്തമായ ദൂത് അതിനകത്ത് ദൈവാത്മാവ് എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ പലപ്പോഴും നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് ചോദിക്കുന്നു, കർത്താവേ എന്നെ കാണുവാൻ ആരുമില്ലേ? ദൈവം പറഞ്ഞു, മകളെ ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താലും നിന്നെ കാണുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ദൂതിലൂടെ എന്റെ ദാസി ഉറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്തെന്നാൽ. ഇനിയും സന്ധ്യരാജു ദൈവാത്മാവ് രണ്ടാമത് എന്നോട് പറഞ്ഞ സന്ദേശം ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രസംഗം എടുത്ത് ഒരു സബ്ജക്റ്റ് എടുത്ത് പ്രസംഗിക്കുന്നില്ല. ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങളും കൊണ്ടുപോയി. അതാണ് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സന്ധ്യ ഒന്ന് വായിക്കാം അടുത്ത വാക്യം. ആമോസ് പ്രവചനം, ആമോസ് ചാപ്റ്റർ 9 verse 1, 9:1. യഹോവയാഗപീഠത്തിന് മേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിർത്തണേ, ആദ്യം അവിടെ നിർത്തണേ, മാറ്റരുത്. നൊളിയേണ്ടി ഇവിടെ കണ്ടോ? യാഗപീഠത്തിന്റെ മീതെ, മീതെ എന്നല്ലേ സന്ധ്യ? അതെ അതെ അതെ. ഒന്നുകൂടെ വായിക്കാമോ? യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിർത്താം, ബാക്കി ഞാൻ പറയാൻ വായിക്കും. യഹോവ യാഗപീഠത്തിന്റെ മീതെ, ലാലിമാമേ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മീതെ, ആരാധനയുടെ മീതെ, സ്തുതിയുടെ മീതെ ഒരുവൻ ഇറങ്ങി നിൽക്കുകയാണ്. ആരാധിച്ചോ? ഇന്ന് രാത്രി ഒരുവൻ മീതെ നിൽപ്പുണ്ട്.
നിന്റെ വിഷയങ്ങളുടെ മീതെ പറയുന്നു, നിന്നെ തകർക്കുന്ന ചില സത്യത്തിന്റെ മീതെ ഒരുവൻ ഇറങ്ങി നിൽക്കുന്ന, നിന്റെ വീര്യം കെടുത്തുന്ന ചില വിഷയങ്ങളുടെ മീതെ ഒരുവൻ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. അവന്റെ പേര് നാസറേനായ യേശു. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ, കല്ലറകളെ ഭേദിച്ചവൻ, കല്ലുകളെ ഭേദിച്ചവൻ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മീതെ, നിന്റെ ആരാധനയ്ക്ക് മീതെ, നിന്റെ സ്തോത്രത്തിന് മീതെ, നിന്റെ ജാഗരണത്തിന് മീതെ ജെസ്സി വർഗീസ് ഒരുവൻ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. രാത്രി ദൈവശക്തി ചില കുടുംബങ്ങളുടെ മേൽ ഇറങ്ങുക, ഞാൻ ആത്മാവിലത് കാണുകയാണ്. ശുശ്രൂഷയുടെ മീതെ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറാണോ? അർത്തുനി ഘടകം പിങ്കിമന രാത്രി പറ, ഒരുവൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ മീതെ ഇറങ്ങി നിൽപ്പുണ്ട്. Praise to Jesus. ഞങ്ങളുടെ കുടുംബത്തിന്റെ മീതെ ഇറങ്ങി നിൽപ്പുണ്ട്. രാത്രി പറഞ്ഞ റൂമിന്റെ മീതെ, സിമിച്ചാൻ കിടക്കുന്നതിന്റെ മീതെ ഒരുവൻ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. പറയാമോ? അനൂപിജു ഇന്ന് രാത്രി പറയാമോ? ജെസ്സി വർഗീസ് ഇന്ന് രാത്രി പറയാമോ? മീതെ നിൽക്കുന്നവനാരെന്നറിയാമോ? ഞാൻ സത്യം ഇത് മാറ്റരുത്. അവിടെ ഒരു അടയാളം വെച്ചിട്ട് ഞാൻ ഇനി പറയുന്ന വാക്യം കുറെ വെളിപ്പാട് ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ ഒത്തിരി ക്ഷീണിതനായിരുന്നു. ഞാൻ വെളിപ്പോ തൊണ്ടയ്ക്കൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്ന വളരെ ഭാരപ്പെട്ടാണ് ഇരുന്നത്. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്ന ഒരാനോയിന്റ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. എങ്ങനെയാണ് മീതെ നിൽക്കുന്നത് അറിയാമോ? 28 ഉൽപ്പത്തി പുസ്തകം വായിക്കാമോ? 28-ാം അധ്യായം 13-ാം വാക്യം. മറ്റേ സന്ധ്യ മാറ്റുന്നത് 9-ാമത്തെ മാറ്റുന്നത്. അതിന്മേത്തെ യഹോവ നിന്ന് അരുളി ചെയ്തത്, മതി പറഞ്ഞു. നിന്റെ പിതാവായ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും മീതെ. ഒരു തുറസായ സ്ഥലത്താണ് ഇപ്പോൾ യാക്കോബ് കിടക്കുന്നത്. സണ്ണിച്ച നേരം ഇരുട്ടി, സൂര്യൻ അസ്തമിച്ചു. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളുടെ മധ്യേ ചിലത് അസ്തമിച്ചു എന്ന്, കൈവിട്ടുപോയി എന്ന്, ഇരുട്ടിപ്പോയി എന്ന്, വൈകിപ്പോയി എന്ന് നീയും ലോകവും പറയുന്നതിന്റെ മീതെ ഒരുവൻ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. സമയം കഴിഞ്ഞു പോയെന്ന് ലോകം പറഞ്ഞില്ലേ? നേരത്തെ ചെയ്യേണ്ടത് ഇരുട്ടിപ്പോയില്ലേ? അവിടെ ആരുണ്ട് സഹായത്തിന്? യാക്കോബേ, അപ്പനുണ്ടോ നിന്റെ കൂടെ? ഇല്ല. യാക്കോബേ, അമ്മയുണ്ടോ? ഇല്ലല്ലോ. ഏശാവ് നിനക്കെതിരല്ലേ? സൂര്യനും അസ്തമിച്ചില്ലേ? പക്ഷേ യാക്കോബിന് പറയാൻ കഴിയും, എന്റെ മീതെ ഒരുവൻ. അവിടെ കണ്ടോ? കിടക്കുന്നതിന്റെ മീതെ ഒരുവൻ വന്ന് നിൽപ്പുണ്ട്. നിന്നെ തൊടാനൊരു ശക്തിയും അനുവദിക്കാതെ പോണ്ടോ? നിന്നെ തെറ്റിയുവാൻ നീ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ദൂതന്മാർ അവിടെ വന്ന് നിൽക്കുകയാണ്. രാത്രി ചിലർ പോകുന്ന പാതകളെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അവിടെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ശത്രു ശക്തികളെ നിൽക്കുമ്പോൾ, കിടക്കുന്നയിടത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഇല്ല. അതിന്റെ മീതെ ഒരുവൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ
ദൈവമാണ്. ആമേൻ 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 ഹല്ലേലൂയ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. രാത്രി പറ, ഓ അവിടെ അപ്പനില്ല കേട്ടോ, സഹോദരങ്ങളില്ല, പക്ഷെ ഒരുവൻ മീതെ നിന്നിട്ട് നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവൻ സണ്ണിച്ചാ വിളിച്ചു പറ, മീതയുണ്ട്, ഒരുവൻ മീതയുണ്ട്, ഒരുവൻ മീതയുണ്ട്. രാത്രി ശക്തമായി ദൈവത്തിന്റെ ഇടപെടിയിൽ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നു, ഒരുവൻ മീത നിൽപ്പുണ്ട്, ഒരുവൻ മീത നിൽപ്പുണ്ട്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കുക. മുമ്പോട്ട് പോയപ്പോഴാണ് സൂര്യൻ പെട്ടെന്ന് അസ്തമിച്ചത്. അതിന്റെ അർത്ഥം ലിജോ, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല. ഏകാന്തതയുടെ നടുവിൽ ഒരു കല്ല് എടുത്ത് തലയിണയെ വെച്ച് കിടക്കുകയാണ്. എങ്ങനെയാണ് സന്ധ്യ രാജു മോളിയാന്റി നല്ല തലയിണയുണ്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ഒരു കല്ല്, എന്നെ ശ്രദ്ധിച്ചേ, ഇതൊരു കല്ലാണ്. വിജയ സിസ്റ്ററെ, ഈ കല്ലിന്റെ മേളിൽ എങ്ങനെ കിടക്കാൻ പറ്റുന്നത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മോനെ യാക്കോബേ, നീ കല്ല് തലയിണയെ വെച്ചോ, ആ കല്ലിന്റെ മീതെ കരം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ മുകളില നീ കിടക്കുന്നത്. പൊരുത്തപ്പെടാൻ കഴിയാതെ നീ മുൻപോട്ട് പോകുമ്പോൾ നിന്റെ മീതെ വെച്ചിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഭുജമുണ്ട് എന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ മീതെ, കല്ലിന്റെ മീതെ ഞാൻ വന്ന് കൈവച്ചതാ. അല്ലെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിക്കുന്ന ഇടത്ത് പരിപരുത്ത ചില യാഥാർത്ഥ്യങ്ങൾ, ചില പ്രതിസന്ധികൾ പുഷ്പാസതി അലട്ടുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, അതിന്റെ മീതെ എന്റെ കരമോ വെച്ചുകൊണ്ടാണ് പുഷ്പാസതി രാത്രി പലരും ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്. രാത്രി അനുഭവിച്ചു. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ മീതെ ഒരു കരമുണ്ട്. രണ്ട്, നിന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൽ. മനസ്സിലായ ജോജി ബ്രോറെ? പരിപരുത്ത ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അബ്രഹാം അവിടെ കിടന്നുറങ്ങാൻ, യാക്കോബ് കിടന്നുറങ്ങാനുള്ള കാരണം മീതെ ഒരുവൻ വന്ന് നിൽക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഇവിടെ രാത്രിയാ വൈകിട്ടാകുന്നു, എനിക്ക് വിളിച്ചു പറയാനുള്ളത്, മീതെ ഒരുവന്റെ കരം നിൽപ്പുണ്ട്. ജോജു, മീതെ ഒരു കരം ഇന്ന് രാത്രിയിൽ ലിജോ സിസ്റ്റർ ഉയർന്നു നിൽക്കുന്നു. ദൂട്ടപ്പിശാച് പറഞ്ഞു, ഇനി ഉറങ്ങാൻ പറ്റില്ല. തമ്പുരാൻ പറഞ്ഞു, സുഖമായിട്ട് ഉറങ്ങും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ വസിക്ക് മറക്കുന്നത്. മാമേ അല്ലേ, ഒത്തിരി നാളെ കണ്ടിട്ട് രാത്രി പറ, ഞങ്ങളുടെ മീതേ ഒരു കരം ഉയർന്നു നിൽക്കുന്നുണ്ട്. മീതെ നിൽക്കുന്ന കരം അതിശ്രേഷ്ഠകരമാണ്. ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്ത കരമാണ്. ഇനി പുഷ്പസജ്ജിനെ അടുത്ത വെളിപ്പാടിലേക്ക് സമയം പെട്ടെന്ന് പോയി. മുമ്പേ പറഞ്ഞ ആമോസ് 9:1 വായിച്ചേ. യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്ക. മതി. അതിന്റെ അർത്ഥം എന്താ പുഷ്പസജ്ജി, ലിജ സിസ്റ്റർ, മോളിയാന്റി? ഇവിടെ യാഗപീഠത്തിന്റെ മീതെ ഒരുവൻ നിൽക്കുകയാണ്. ഞാൻ വെളിപ്പാടാ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു,
ഇന്നലെ രാത്രിയിൽ പറഞ്ഞു ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ജനത്തിന് കൊടുക്കണം. ഒന്ന്, ഞാൻ യാഗപീഠത്തിന്റെ മീതെ നിൽക്കും. രണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം, പ്രവാചകനോട് ദൈവം പറയുക, ചെയ്യേണ്ട കാര്യം ഉത്തരങ്ങൾ കുലുങ്ങുമാറ് മോദിയെ നീ അടിക്കണം. അതിന്റെ അർത്ഥം എന്താ ലിജോ സിസ്റ്ററെ? ഞാൻ പറയാം. അതിന് ഇവിടെ ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഒന്ന് വായിക്കും പ്ലീസ്. പ്ലീസ് പ്ലീസ് ദയവായിട്ട് ഇവിടെ ശ്രദ്ധിക്കണമേ പ്ലീസ്. ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 9:1 പോതികെ അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അർത്ഥം, അതുകൊണ്ട് ഞാൻ പറയാൻ പോവാം. വായിക്കാമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ആമോസ് 9:1 ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് ബൈബിൾ ഇല്ലേ നിങ്ങളുടെ? അറിയില്ല. ഓക്കെ, അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്ന? എടുത്തില്ല. അവിടെ ഫില്ലർ എന്ന് പറഞ്ഞൊരു പദമുണ്ട് കേട്ടോ, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, പോതിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കട്ടള ഉണ്ടല്ലോ, ഈ കട്ടളയുടെ മേളില് ഫില്ലർ ഉണ്ടല്ലോ, ഫില്ലർ വാർഡ്. അപ്പൊ ഈ ഫില്ലർ നിങ്ങൾ അടിക്കണം. അതിന്റെ അർത്ഥം നമ്മുടെ ഗമനത്തെ തടസ്സമായി നിൽക്കുന്ന ചില പില്ലർ അടിക്കുമ്പോൾ ചില കട്ടളകൾ തകർന്നു മാറാൻ പോകുക. മനസ്സിലായോ? ഇന്ന് രാത്രി ആത്മാവിൽ ജനം അടിക്കാൻ തയ്യാറാകട്ടെ. കെട്ടിപ്പൊക്കി അകത്തേക്കും പുറത്തേക്കും വിടത്തില്ലെന്ന് പറഞ്ഞ് ബന്ധിച്ചു നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി അതിന്റെ മൂൾക്കോരെ അടിച്ച് തകർക്കണം ആത്മാവിൽ. മനസ്സിലായോ? പോതിക അടിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് പോതിക അടിക്കുമ്പോൾ? വായിച്ചേ സന്ധ്യ. ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്കുക. എന്നുവെച്ചാൽ പോതിക നീ പില്ലറിനെ അടിക്കുമ്പോണ്ടല്ലോ, ഇതിന്റെ അടിസ്ഥാനം കുലുങ്ങും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കി ബന്ധൗസാക്കി നിർത്തിയതിന്റെ ദൈവാത്മാവ് പറയുന്നു അതിന്റെ മുകളിൽ നീ അടിക്കണം. ഇന്ന് രാത്രി അഭിഷേകമുള്ളവൻ ചിലതിന്റെ മുകളിൽ കയറി അടിക്കണം. യെസ്, റൊക്കോ മൊറോസി റഗരഗസി കുലുങ്ങാൻ പോകുക. നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ വിടുതലിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ വാതുകെട്ടി നിന്ന് ഒരു ഡോർ അടച്ചു വെച്ചതുപോലെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ചില റീഫില്ല് ചെയ്ത് നിൽക്കുന്ന ചില ഫില്ലറുകളെ ഇന്ന് രാത്രി അതിനെ അടിക്കാൻ എന്റെ ജനം തയ്യാറാകട്ടെ. എത്ര പേർ ഇന്ന് രാത്രി ദൂതേറ്റെടുക്കും? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തമ്പുരാൻ പറയുന്നു റാം ഷെഖോറിയാംതേ റബര ഘടകം ദൈവാത്മാവ് വ്യക്തമായി എന്നോട് പറയുന്നു, ചിലരെ ആത്മാവിൽ എഴുന്നേറ്റ് ഒന്ന് വായിച്ചു. ഞാനീ പറഞ്ഞ കറക്റ്റ് വെളിപ്പാട് ദൈവം വീണ്ടും അടുത്ത അതേ വെളിപ്പാടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കറക്റ്റ് കൺഫർമേഷൻ. വെളിപ്പാട് വെച്ചാൽ പോതിക എന്ന് പറഞ്ഞാൽ ഫില്ലറിനെ അടിക്കണം. മേൽക്കൂരെ അടിക്കുമ്പോൾ ഈ കഥക കുലുങ്ങി അതിന്റെ സകല ശക്തികളും താഴെ വീഴാൻ പോകുക. നിങ്ങൾക്കെതിരെ അടച്ചു ബന്ധൗസാക്കി നിൽക്കുന്ന ആത്മശക്തിയുള്ളവരെ ദേശാധിപതി ദുരാത്മബന്ധങ്ങളെ അടിക്കട്ടെ, മന്ത്രവാദങ്ങളെ അടിക്കട്ടെ, ആഭിചാരങ്ങളെ അടിക്കട്ടെ, അന്യാരാധനകളെ അടിക്കട്ടെ. ഇതിനെ അടിച്ച് തകർക്കാൻ തന്റെ ജനത്തോട് ദൂത് വിളിച്ചു പറയുന്നു. മനസ്സിലായോ? ദേശത്ത് കൊടികുത്തി വാഴുന്ന ചില പൗരോഹിത്യ പാരമ്പര്യ അന്യാരാധന ശക്തിയുടെ മേൽക്കൂരെ ഇന്ന് രാത്രി അടിച്ച് തകർക്കാൻ ലിജോ എത്ര ജനം ഇന്ന് രാത്രി ഇന്ന് രാത്രി കമാൻഡ് ചെയ്യുക. ഇതിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ സന്ധ്യ
അന്യരാജ്യം എന്തിനു ഭയപ്പെടുന്നു? ദേശം പടികുത്തി വാഴുന്ന ചില കാഴ്ചകളെ, നേർച്ചകളെയും മാതാശക്തികളെയും ഇന്ന് രാത്രി പൊട്ടിച്ചടിക്കാൻ ഞാൻ ഇന്ന് രാത്രി പോരാടുന്നത് അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളെ അടിക്കാൻ എന്റെ ജനം തയ്യാറാകട്ടെ. എത്ര പേർ ഇന്ന് രാത്രി അന്യഭാഷയിൽ 1 മിനിറ്റ് എടുത്ത് ആരാധിച്ച് മേൽക്കൂരി അടിച്ച് തകർക്കുന്ന ഒരാത്മീയ വെളിപ്പാട് ദൈവാത്മാവിന്റെ രാത്രി കൈമാറിയ അഭിഷേകമുള്ളവർ, അന്യഭാഷയിൽ ആരാധിക്കാൻ നിയോഗമുള്ളവർ മാത്രം അടിക്കുമ്പോൾ കുലുങ്ങാൻ പോവുകയാണ്, കുലുങ്ങി താഴെ വീഴാൻ പോവുകയാണ്. ചില അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രി കുലുങ്ങാൻ പോവുകയാണ്. ചില ജാതിക ശക്തികൾ ഇന്ന് രാത്രി പകരാൻ പോവുകയാണ്. ചില നേരത്തെ ശക്തികൾ ഇന്ന് രാത്രി ഉടയാൻ പോവുകയാണ്. ചില ശക്തികൾ ഇന്ന് രാത്രി മോളിയാറ്റി തച്ചുടയാൻ പോവുകയാണ്. രാത്രി നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങട്ടെ. ആരാധിച്ചോ കുലുങ്ങാൻ പോവുക, കുലുങ്ങാൻ പോവുക, കുലുങ്ങാൻ പോവുക, കുലുങ്ങാൻ തണിച്ച കുലുങ്ങി മാറാൻ പോവുക. ചില തടസ്സങ്ങളും വെല്ലുവിളികളും രാജ്യത്തിന്റെ രാത്രി തകരാൻ പോവുക. മരണത്തെ ജയിച്ചവൻ ഉലാവുന്നുണ്ട്, പാതാളത്തെ വെല്ലുവിളിച്ചവൻ ഉലാവുന്നുണ്ട്, ഭേദിച്ചവൻ ഉലാവുന്നുണ്ട്, മുദ്രയെ പൊട്ടിച്ചവൻ ഇന്ന് രാത്രി ഉലാവുന്നുണ്ട്. വ്യാപാരം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, ആരാധിക്കാൻ തയ്യാറാകൂ. രാത്രി 12 മണി ആയിക്കോട്ടെ, ദേശാധിപതി ശക്തിയുടെ അടിത്തറകളെ കുലുക്കുന്ന ഒരടി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്.
അടിക്കാൻ സാഹചര്യങ്ങൾ നോക്കാതെ അത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുക. ഇന്ന് രാത്രി അഭിഷേകമുള്ളവരോട് പറയുന്നു, യാഗപീഠത്തിന്റെ മേളിൽ ഞാൻ നിൽപ്പുണ്ട്, നീ ഒന്ന് തൊട്ടാ മതി, അത് താഴെ ശക്തികൾ. ആമേൻ. സിസ്റ്റർ, യാഗപീഠത്തിന്റെ മീതെ ഒരു നിൽപ്പുണ്ട്, അതുകൊണ്ട് നീ ആത്മാവിലൊന്ന് തൊട്ടാ മതി. ചിലത് ഇന്ന് രാത്രി ഇടിഞ്ഞ് തകരാൻ പോകുകയാണ്. ഞാൻ ഈ പറഞ്ഞ ലിജോ സിസ്റ്ററെ, ഞാൻ നേരത്തെ എഴുതിക്കൊണ്ട് വന്ന പ്രസംഗങ്ങളൊന്നുമല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന എന്നോട് പറഞ്ഞു, മോദിയെ അടിക്കാൻ പറഞ്ഞ അതേ ദൈവാത്മാവനോട് പറയുന്നു, ചിലതിനെ അടിക്കാൻ തയ്യാറാവണം. ഒന്ന് വായിച്ച സഞ്ജയ് രാജു, 2 രാജാക്കന്മാർ, 2 Kings chapter 2 verses 13 and 14. 2 രാജാക്കന്മാർ 2-ന്റെ. പിന്നെ ഏലിയാവിന്മേൽ നിന്ന് വീണ് പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരയ്ക്ക് കടന്നു. അക്കരയ്ക്ക് വിടില്ലെന്ന് പറഞ്ഞ്, മുമ്പോട്ട് മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു, ഇവിടെ വെള്ളങ്ങൾ നിന്ന് വാദിക്കുമ്പോൾ ഇപ്പുറത്ത് അഭിഷേകത്തിന്റെ ശക്തി ഉള്ളവൻ കണ്ടോ ലിജോ സിസ്റ്റർ, പുതപ്പ് മടക്കി അടിച്ചപ്പോൾ വെള്ളം വഴിമാറിയെങ്കിൽ ഇന്ന് രാത്രി ഒഴുക്കി കളയുവാൻ നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ ആത്മാവിൽ അടിക്കാൻ വിട്ടാസരി ആ വായ ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊട. പതനത്തെ ഇന്ന് രാത്രി റീന സിസ്റ്റർ ഒന്ന് വിട്ടുകൊട. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തെ ആത്മാവിലൊന്ന് അടിക്കാൻ തയ്യാറാകുക. രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തോ, അനുഭവിച്ചു. ചിലതിനെ അടിക്കാൻ പുഷ്പാസജി, എന്റെ ജനം ലാലിമാമെ തയ്യാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അതിന്റെ അർത്ഥം ഒരിക്കലും പിരിയാത്തത് എന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ മാറത്തില്ലെന്ന് ചിന്തിക്കുന്നതാ. ഇന്ന് രാത്രി അഭിഷേകത്തോടെ അടിക്കാൻ മാത്രം തയ്യാറായാൽ മതി. ഇതെല്ലാം വചന വെളിപ്പാടാ പറയുന്നത്. പിങ്കിമൻ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രസംഗം എടുത്ത് ഒരു സബ്ജക്ട് എടുത്ത് പ്രസംഗിക്കുന്നതല്ല. ഇന്ന് രാത്രി വെളിപ്പാടുകൾ മാത്രം ഞാൻ കൈമാറുന്നു. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പാസ്റ്റർ ബിജു, ഞങ്ങൾ അടിക്കുമ്പോൾ ഇത് വഴി മാറുമോ? തമ്പുരാൻ എന്നോട് പറഞ്ഞ അടുത്ത ഭാഗം ഇങ്ങനെയായിരുന്നു. എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഐ എം റെഡി, ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇതെങ്ങനെ മാറും? തമ്പുരാനോട് പറഞ്ഞു, 77-ാം സങ്കീർത്തനം 19 വാക്യം, Psalm 77:19. സമുദ്രത്തിലും സന്ധ്യ അതൊന്നുകൂടെ വായിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് വഴി ഒന്ന് സെക്കൻഡ് നിർത്തണേ. ഇത് വഴി മാറുമോ? ഇത് രണ്ടായി പിരിയുമോ? ഇതിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുമോ? അതോ ഞങ്ങൾ ഈ ഒഴുക്കിനകത്ത് ഒഴുകി പോകുമോ? ഇവിടം കൊണ്ട് അസ്തമിക്കുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി പോതികയുടെ എന്ന് വെച്ചാൽ ഇതിന്റെ ഫില്ലറിന്റെ എൻഡിൽ കയറി അടിക്കാൻ തയ്യാറാകുമ്പോൾ ചില ഉത്തരങ്ങൾ കുലുങ്ങി താഴെ വീഴും. രണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇന്ന് രാത്രി യോർദാനെ പുതപ്പും മടക്കി അടിക്കുമ്പോൾ അത് വഴി പിരിയും. എങ്ങനെ പിരിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. 19-ാം വാക്യം, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. എന്ന് വെച്ചാൽ
നീ അടിക്കാൻ തുടങ്ങുമ്പോൾ, മോശെ നീ വടി നീട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ജസ്റ്റ്, നീ കൈ നീട്ടുമ്പോൾ, നീ എഴുന്നേറ്റ് നിന്നല്ലേ കൈ നീട്ടുന്നത്. പക്ഷെ നീ കാണാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു മോളിയാൻറ്റി. ദൈവം ആ പെരുവെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുക, ദൈവത്തിന്റെ കാലുകൾ. മനസ്സിലായോ? രാത്രി നിന്റെ മുമ്പിൽ വഴി മാറാത്തതിന്റെ മുമ്പിൽ ദൈവം എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ്. കണ്ടോ ദൈവത്തിന്റെ, കണ്ടോ വായിച്ച സന്ധ്യ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്റെ ഉദ്ദേശമല്ല. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. കണ്ടോ ദൈവത്തിന്റെ പാതകൾ പെരുവെള്ളത്തിൽ ഇരിക്കുക. ഇന്ന് രാത്രി നീ ചോദിക്കുന്നില്ലേ എങ്ങനെ ഇത് നടക്കും, എങ്ങനെ ഇത് മാറും, ഇനി സംഭവിക്കുമോ? ദൂത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, സാധ്യതകൾ കാണും. പക്ഷെ തമ്പുരാൻ പറയുന്നു, എടാ കുഞ്ഞ്, നീ കാണുന്നില്ലേലും ഞാൻ അവിടെ വന്ന് എഴുന്നേറ്റ് നിൽക്കാന്നേ ആ സമുദ്രത്തിനകത്ത്. പിന്നെ നിനക്കെന്താ നീട്ടാൻ പ്രയാസം, നിനക്കെന്താ അടിക്കാൻ പ്രയാസം, നിനക്കെന്താ കൽപ്പിക്കാൻ പ്രയാസമെന്ന് ഈ രാത്രി ദൈവാത്മാവ് എന്നോട് ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. രാത്രി നീ കാണാതെ ഒരുത്തന്റെ കാൽ അവിടെ നിപ്പുണ്ട്. അതിന് തൊട്ടുമുമ്പത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വെള്ളം കണ്ടു ഭ്രമിച്ചു. അങ്ങനല്ലേ സത്യ? നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. 16 വാക്യം, ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു. അവിടെ നോക്കിയാൽ മോശ കൈ നീട്ടി, മോശ കണ്ടില്ല മോളിയാൻറ്റി, പക്ഷെ വെള്ളം കണ്ടു. ദൈവം നിൽക്കുന്നത് ഇത് ഭ്രമിച്ചു വഴിമാറുക. ഇന്ന് രാത്രി നീ കൈ നീട്ടിയാ മതി, നീ അടിച്ചാ മതി. വെള്ളം ഇത് കണ്ട ചില രോഗശക്തികൾ നിന്നെ കണ്ട് ഭ്രമിക്കാൻ പോകുക, ചില അന്ധകാര ശക്തികൾ നിന്നെ കണ്ട് ഭ്രമിക്കാൻ പോകുക. നീ കാണുന്നില്ലെങ്കിലും അത് നിന്നെ കാണുന്നുണ്ട്. വെളിപ്പാട് രാത്രി സമൂഹത്തോട് കൈമാറുന്ന തന്നിച്ച നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൊടുത്താൽ മതി എന്ന് നമ്മൾ ആത്മാവിൽ കമാൻഡ് ചെയ്താൽ മതി. നീ കാണുന്നില്ലെങ്കിലും മോശേ വെള്ളം ദൈവത്തെ കണ്ടു, അത് ഭ്രമിക്കാൻ പോകുക. തണ്ണിച്ചാച്ചിരുന്ന് ഭ്രമിക്കാൻ പോകുക. ചില ദുരാത്മശക്തികൾ, ചില രോഗബാധവങ്ങൾ, ചില അന്യായ ശക്തികൾ ഇന്ന് രാത്രി ഭ്രമിക്കുന്നില്ല. കാരണം എന്താ മോളിയാൻറ്റി? ദൈവം എഴുന്നേറ്റ് വന്ന് ദൈവത്തിന്റെ കാലുകൾ അവിടെ ചവിട്ടി നിൽക്കുകയാ. മോശെ നീ എഴുന്നേൽക്കുമ്പോ അതിനു മുമ്പേ ഒരുവന്റെ കാൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നാല് മിനിറ്റേ ഉള്ളൂ, ഞാൻ ഒരു തോന്നിക്കാൻ പറയാനേ സമയമുള്ളൂ. ഒത്തിരി വെളിപ്പാട് ദൈവം കഴിഞ്ഞ രാത്രി എനിക്ക് നൽകി. ഞാൻ പെട്ടെന്ന് അടുത്ത കാര്യം കൂടെ പറയാം, ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും എന്നെ വിളിച്ച ഞാൻ പറയാം. ഓടിച്ച് ഞാൻ അടുത്ത ഭാഗം പറയാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു, വെളിപ്പാട് പുസ്തകം Revelation chapter 1 verse 4, 1:4. ഏഴ് സഭകൾക്ക് എഴുതുന്നത് മതി. കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു, കുഞ്ഞെ, യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് ഞാൻ ആ പുസ്തകം നേരം ജസ്റ്റ് അത്രമാത്രം വായിച്ചിട്ട് ഞാൻ മടക്കി വെച്ചു. എന്റെ ഹൃദയം തകർന്നു പോയി, മടക്കി. എന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പേന കയ്യിൽ പിടിപ്പിക്കത്തില്ലെന്നും ആ ജീവനോടെ പുറത്തു വരുത്തത്തില്ലെന്നും ഒത്തിരി കാഴ്ചകൾ കാണിച്ച് ഭക്തനെ പരാജയപ്പെടുത്തിയപ്പോൾ, പരാജയപ്പെട്ടെന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇത് ഇത്ര മാത്രമേ വായിച്ചുള്ളൂ, ആസിയിലെ 7 സഭകൾക്ക് എഴുതുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ തൂലിക കൊടുത്ത്, വെളിപ്പാട് കൊടുത്ത്, അവനെതിരെ നിയമമുണ്ടാക്കി അവന്റെ ജീവൻ അവധി പറഞ്ഞെങ്കിൽ, വെളിപ്പാടുമായി ഞാൻ അഭിഷക്തനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ
ഓർഡർ ഇട്ടവൻ അവനില്ല അവിടെ, അവന്റെ അന്ത്യം കുറിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്വം പറയുന്നു, നിന്റെ കരത്തിൽ ഇനി ഒരു പേന പിടിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ ബലഹീനനാക്കിയ, എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ്, നിന്നെ ഒതുക്കിയ ദേശത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ ജീവന് വില പറഞ്ഞ, നിന്റെ ആരോഗ്യത്തിന് വില പറഞ്ഞ ഇടത്ത് ഞാൻ നിന്നെ കൊണ്ട് ചിലത് എഴുതിപ്പിക്കും, ഞാൻ നിന്നെ കൊണ്ട് ചിലത് പറയിപ്പിക്കും, ഞാൻ നിന്നെ കൊണ്ട് ചില വെളിപ്പാടുകൾ ദേശങ്ങളിൽ അടുത്ത ജനറേഷന് കൊടുക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. കമ്മീഷനെ ഇപ്പൊ യോഹന്നാൻ വെല്ലുവിളിച്ചു. യോഹന്നാൻ ചോദിക്കുക, കമ്മീഷനെ തിളച്ച എണ്ണയ്ക്കകത്ത് ലിജോ സിസ്റ്ററെ എണ്ണയുടെ കാഠിന്യം കൂട്ടി തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടിട്ടു. പക്ഷേ പപ്പടം പൊള്ളി വരുന്നത് പോലെ യോഹന്നാൻ പൊള്ളി വരുന്നത് കാണാൻ നോക്കി നിൽക്കുമ്പോൾ ലോകത്തിന് പോലും ഒരു കേടും തട്ടാതെ വേണം ദൈവം സൂക്ഷിച്ച് നിർത്തി. എന്തിനാണെന്നറിയാമോ? ഒരു വെളിപ്പാട് എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കണമായിരുന്നു. ഇന്ന് രാത്രി ചിലതിനെ ഞാൻ സൂക്ഷിച്ച് ജീവനോടെ നിർത്തിയത്, മണ്ണിട്ട് മൂടാഞ്ഞത്, നിന്റെ കയ്യിലേക്ക് ചില സാക്ഷ്യങ്ങൾ തരാൻ, ചില വെളിപ്പാടുകൾ നൽകാൻ, ചില ദൂതുകൾ നൽകാൻ, ചില ദർശനങ്ങൾ തരാൻ, ചില ആത്മീക പ്രചോദനത്തിന് നൽകി ജനത്തെ ഉദ്ധരിക്കാൻ എനിക്ക് പ്രസാദമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ലിജോ പറ, ഡൊമീഷൻ അല്ല ഞങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ കാലഗതികൾ ദൈവമേ അങ്ങയുടെ കയ്യിലായിരിക്കുന്നത്. ദൂതെഴുതി എന്ന് പറയുമ്പോൾ അങ്ങനെ പോയവർ ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ പോയവർക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിന്നെ ദൈവം കൊണ്ടുപോയത് ചിലത് എഴുതിക്കാൻ വേണ്ടിയാ, ചിലത് കാണിക്കാൻ വേണ്ടിയാ, ആ മണ്ഡലത്തിൽ കത്തിക്കയറാൻ വേണ്ടിയാ. പൊട്ടാത്തിന്റെ മുദ്രകൾ ഒട്ടിക്കുന്ന ഒരുവനെ നിന്നെ ഡയറക്റ്റ് കാണിക്കാനാ. രാത്രി ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ പോകാത്ത ചില മേഖലകളോട് നീ പോയെങ്കിൽ ഓർത്തണം, അവർക്ക് സംഭവിച്ചതല്ല നിനക്ക് സംഭവിക്കുന്നത്. അങ്ങനെ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ പലതും താരതമ്യം ചെയ്യുന്നു. ഇന്നാൾക്ക് നോ, നിന്നെ ദൈവം അതിലൂടെ കടത്തി വിട്ടത് നിന്നിലൂടെ വെളിപ്പാട് ജനത്തിന് ദൈവത്തിന് കൊടുക്കണം. നീ ചോദിച്ചില്ലേ യോഹന്നാനെ, നീ ഒത്തിരി കരഞ്ഞില്ലേ? 5-ാം അധ്യായത്തിൽ കരഞ്ഞ് കണ്ണുകൾ കലങ്ങി യോഹന്നാൻ. മൂപ്പന്മാരിലൊരുത്തുമെന്ന് പറയും, യോഹന്നാനെ ഇനി നീ കരയണ്ട, ഇതാ പുസ്തകവും ഇതിന്റെ 7 മുദ്രയും പൊട്ടിക്കാൻ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. കരച്ചിന്റെ ശബ്ദം ഇവൻ നിന്നെ ഇവിടെ കൊണ്ടു ചിലത് പൊട്ടിക്കുന്നത് കാണാൻ ജയം പ്രാപിച്ചോരിത്തരുമായി ഉള്ള സംവാദം ഇന്ന് രാത്രി നിനക്ക് വെളിപ്പെടുത്താൻ എടുത്തോട്ടെ. 2 മിനിറ്റ് കൂടെ ദയവായി നിങ്ങൾ ക്ഷമിക്കുമല്ലോ. ഞാൻ സമയം എടുക്കുന്ന ആളല്ല. സമയം കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പിന്നെ ദൈവനോട് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും പിന്നെ നൽകുന്ന ദൈവം അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒത്തിരി വെളിപ്പാടുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അടുത്ത ദൈവനോട് പറഞ്ഞത് 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം ദൈവനോട് പറഞ്ഞു, മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മതി. മുൾപ്പടർപ്പ് മോശ പലതവണ മുൾപ്പടർപ്പുകൾ കത്തി വെന്ത് ചാരമാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മോശ അത് മൈൻഡ് ചെയ്യാതെ പോയി. ചില വിഷയങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോ ദൈവാത്മാവിനോട് പറഞ്ഞു, അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ നടക്കും. അപ്പഴേ നീ അങ്ങോട്ട് ചെല്ലുള്ളൂ.
നിന്നെ ദൈവത്തിന് പേര് ചൊല്ലി വിളിക്കാൻ, നിന്റെ മേലുള്ള ദൗത്യം സന്ധ്യ വെളിപ്പെടുത്താൻ 400 വർഷങ്ങളായി പുഷ്പാസഞ്ചി കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ ബാന്ധവങ്ങളെ പൊട്ടിച്ചുകൊണ്ട് എന്റെ ജനത്തെ ആരാധനയ്ക്ക് നയിക്കാൻ നിന്നെ എനിക്ക് ഒരുക്കണമെങ്കിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കണം. 1. 2, മരുഭൂമിയുടെ ബൗണ്ടറികൾ പൊട്ടണം. മോശ 3:1 വായിച്ചേ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ മതി. ഇവിടെ കണ്ടോ, മരുഭൂമിക്ക് അപ്പുറത്തേക്ക് പോയി. അതുവരെ മേയിച്ചോണ്ടിരുന്ന മരുഭൂമിക്ക് പുറത്താ. ഇന്ന് രാത്രി ചില ദൈവപ്രവർത്തികൾ ചില കുടുംബങ്ങളുടെ മേൽ വരണമോ, നിന്നെ ഒതുക്കുന്ന ചില മരുഭൂമിയുടെ ബൗണ്ടറികൾ ഈ രാത്രി പൊട്ടാൻ പോകുകയാണ്. മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ചിലതിനെ ദൈവം കൊണ്ടുപോകാൻ പോകുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു അനുഭവിച്ചു ചില മരുഭൂമിയുടെ ബൗണ്ടറികൾ കണ്ടോ. മരുഭൂമിക്ക് അപ്പുറത്തേക്ക് റാം ബേബിക്കുട്ടി മാമേ ഇന്ന് രാത്രി ചിലതിനെ കൊണ്ടുവരാൻ പോകുകയാണ്. എന്നിട്ടാണ് മോശ കണ്ടത് അതുവരെ കാണാത്തൊരു സംഭവം. എന്താണെന്നറിയാമോ? മുൾപടർപ്പ് കത്തുന്നു, വെന്തുപോകുന്നില്ല. നോക്കൂ, മുള്ളിന്റെ അടുത്തേക്ക് ലിജോ ആർക്കെങ്കിലും പോകാൻ ധൈര്യമുണ്ടാകുമോ? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? മുള്ളിനെ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. പക്ഷേ അവിടെ ഒരു തീയിറങ്ങി ഇന്ന് രാത്രി മുള്ളിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്ന, മുള്ളിന്റെ കാഠിന്യത്തെ ഇല്ലാതാക്കുന്ന ഒരു തീ നീ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മുള്ളിന്റെ ശക്തികൾ നിന്നെ തൊടാതിരിക്കാൻ ഒരു ദൈവിക തേജസ് അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ആ ദൈവത്തിന്റെ തേജസ്സാണ്. ഇനി ഞാൻ തെളിയിക്കാം. ആവർത്തന പുസ്തകം വായിച്ചോളൂ, ഒത്തിരി വെളിപ്പാട് ഇങ്ങനെ വരുന്നു. ആവർത്തന പുസ്തകം 33:16 വാക്യം. മുൾപടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസേഫിന്റെ ശിരസിന്മേലും. കണ്ടോ, മുൾപടർപ്പിൽ വസിച്ചവന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസാദം അല്ലെങ്കിൽ ആ ഫേവർ കണ്ടോ മോളി ആന്റി. യോസഫിന്റെ ശിരസിന്മേൽ വരിക. യോസഫിന്റെ ജീവിതത്തിൽ വന്ന മുള്ളില്ലേ, സഹോദരന്മാർ മുള്ളായി നിന്നില്ലേ, മുള്ളായി നിന്നില്ലേ, കാരാഗ്രഹം ഒരു മുള്ളായി നിന്നില്ലേ. പക്ഷെ ആ ശക്തികളെല്ലാം ജയിക്കാൻ യോസഫിനിടയായത് മുൾപടർപ്പിൽ ഇറങ്ങി വന്നവന്റെ ദേവറായിരുന്നു. രാത്രി ലിജോ ചില കുത്തുന്ന ചില മുള്ളുകളെ ചിന്നമാമെ തകർക്കുന്നതാണ് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം. കണ്ടോ സന്ധ്യരാജു, ആ മുള്ളിന്റെ ശക്തി എങ്ങനെയാ മോളിയാന്റി കുറയെന്നറിയാം. അതോടെ വായിച്ചു നിർത്തിക്കോ, സമയം പോയെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം. യെശയ്യാ 10:17. യെശയ്യാ 10:17. യെശയ്യാ 10:17. ഇസ്രായേലിനെ വിളിച്ച ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും. ഇന്ന് രാത്രി മുള്ളും പറക്കാരെയും മാറണോ? ആത്മാവിൽ എന്റെ ജനം കത്താൻ തയ്യാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങളെ ഒതുക്കുന്ന ചില മുള്ളുകൾ പുഷ്പാസജി കത്തി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ നാവിനെ ഇന്ന് രാത്രി വിട്ടുകൂടാ. അഭിഷേകം ഇന്ന് രാത്രി കത്തട്ടെ. ഇന്ന് രാത്രി യോർദാന്റെ ചില ശക്തികൾ സന്ധ്യ ഒരു വാക്യം കൊണ്ട് വായിച്ചു. പെട്ടെന്ന് ഉബദ്യ 17:18 അവിടെ അതേ വാക്യം എഴുതിയിരിക്കുന്നു. ഉബദ്യ 17:18. ഇസ്രായേലിൽ ഒരു രക്ഷിത, സിയോനിൽ ഒരു രക്ഷിത കൊണ്ടുണ്ടാവും. വായിച്ചോ. സിയോൻ, എന്നാൽ സിയോനിൽ ഒരു രക്ഷിതഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. യാക്കോബ് ഗൃഹം തീയും യോസഫ് ഗൃഹം ജ്വാലയും. അപ്പൊ തീ പ്ലസ് ജ്വാല, തീ ജ്വാലയാകുമ്പോൾ ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. ഏശാവിന്റെ ശക്തികൾ നിനക്കെതിരെ ശക്തികൾ കത്തണോ? നിങ്ങളൊരു തീ ജ്വാലയാവണം. ഇന്ന് രാത്രി ചില ശക്തികൾ കത്താൻ പോകുക.
കത്തി മാറാൻ പോകുക. നാളുകളായി കുടുംബ ജീവിതത്തിനകത്ത് തുടങ്ങിയ സമയം മുതൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ, ആത്മീയതയ്ക്കെതിരെ വാദിക്കുന്ന ചില ശക്തമായ മുള്ളും പറക്കാര് ഇന്ന് രാത്രി കത്തി മാറാൻ പോകുക. മുൾപ്പടത്തിൽ പരിശുദ്ധന്റെ സാന്നിധ്യം ഇന്ന് രാത്രി പറയേണ്ട നാവിനെ ഒരു അഗ്നിയാക്കി തീർക്കണമേ. ഈ ഭാഷയിൽ സ്തോത്രത്തിലാട്ടോ ഇന്ന് രാത്രി അടിക്കട്ടെ, യോർദാനെ അടിക്കട്ടെ. ഓ റോമ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. ദൈവശക്തി ഇറങ്ങാൻ പോകുക. സമുദ്രത്തിന്റെ മേൽ ഒരുവന്റെ കാലം ഇന്ന് രാത്രി ഒരു സ്റ്റെപ്പ് പോലും ഒരു കല്ലുപോലും വെപ്പിക്കത്തിന്ന് പറഞ്ഞിടത്ത് ഇന്ന് രാത്രി നാവിനെ വിസ്താരത്തോടെ തുറന്നുകൊണ്ട് ദൈവസ്ഥാനത്തിൽ വണങ്ങട്ടെ. ഇത് കത്തട്ടെ, ഇത് ചാപ്പലാകട്ടെ, കന്യാരാധനകൾ ഭ്രമിക്കട്ടെ, ദേശത്തിന്റെ ശക്തികൾ തകരട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സെക്കൻഡ് പ്രൗഢനാദി പരിപൂർണമായിരിക്കാം ഇന്ന് രാത്രി. ഇല്ല, മീതെ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. രാത്രി ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. പ്രാർത്ഥനയുടെ മീതെ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. പ്രാർത്ഥനയുടെ മീതെ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. മീതെ കുടുംബമേ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സന്തോഷിക്കത്തക്ക രീതിയിൽ, ആർപ്പിടത്തക്ക രീതിയിൽ ശക്തിയല്ല ഇന്ന് രാത്രി ഞങ്ങളുടെ ആത്മാവിനാൽ തന്നെ സഭകൾക്ക് പറഞ്ഞതുപോലെ തന്റെ കയ്യിലേക്ക് തൂലിക വരുത്തത്തില്ലെന്ന് പറഞ്ഞ ഒതുക്കിയ മണ്ഡലങ്ങളുടെ വെളിപ്പാടുമായി ഭക്തൻ തിരിച്ചു വന്നതുപോലെ, പുറത്തു വന്നതുപോലെ ചിലതിനെ വെളിപ്പാടിനകത്തേക്ക് കൊണ്ടുവന്ന് ദേശത്തോട് അടയാളമാക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് ദൈവം അറിയിക്കുന്നു. ഇന്ന് രാത്രി ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ജനത്തിന്റെ വെളിപ്പാടുകൾ കൈമാറിയതിന് സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് മീതെ ഒരുവൻ ഇറങ്ങി നിൽക്കുന്നു. ഞങ്ങൾ ബോധിക അടിക്കുന്നു. ഉത്തരങ്ങൾ കുലുങ്ങി താഴെ വീഴുന്നു. മണ്ഡലങ്ങൾ താഴെ വീഴുന്നു. ശക്തികൾ താഴെ വീഴുന്നു. ദേശത്തിന്റെ പോർവിളികൾ താഴെ വീഴുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെ ഭ്രമിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി ഭ്രമിക്കുന്നു. ദൈവം പ്രവൃത്തി ഈ രാത്രി വെളിപ്പെടുത്തിയതിന് സ്തോത്രം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.